സാർ നമസ്കാരം. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഫലം വരുമ്പോൾ പല രാഷ്ട്രീയ നേതാക്കന്മാരും ഒരുപക്ഷെ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടതായി വന്നേക്കാം. പ്രതിപക്ഷ നേതാവ് തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇക്കുറി UDF ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഭരണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് വലിയ ഒരു എടുത്തു പറയത്തക്ക രീതിയിലുള്ളൊരു നിലപാട് തന്നെയാണ്. കാരണം ഇത്രത്തോളം കൃത്യമായ ഒരു ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടും ഇനിയും LDFനെ പരാജയപ്പെടുത്തി വീണ്ടും ഭരണത്തിലെത്താൻ സാധിച്ചില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നു. എന്നാൽ പറഞ്ഞു വരുന്നത് അതല്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ധർമ്മടം മണ്ഡലം അല്ലെങ്കിൽ അവിടെ ജയിക്കുക എന്നുള്ളത് വലിയ അഭിമാന പ്രശ്നം തന്നെയാണ്. മുഖ്യമന്ത്രി എന്തായാലും ഈ നിമിഷം വരെ പരാജയ ഭീതി അവിടെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 52,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അവിടെ നിന്ന് ജയിച്ചത്. ഇപ്പോൾ ധർമ്മടത്ത് നിന്ന് ജയിച്ചത് 50,000 വോട്ടിൻ്റെ. അപ്പോൾ ഈ വോട്ടിൻ്റെ ഭൂരിപക്ഷം മറികടക്കാൻ ഇപ്പോഴെന്തായാലും UDFൻ്റെ സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദിന് സാധിക്കില്ല എന്നാണ് പറയാൻ കഴിയുന്നത്. പിന്നെ ഏതെങ്കിലും തരത്തിൽ അട്ടിമറി നടന്നാൽ പറയാൻ പറ്റില്ല. പൊതു തെരഞ്ഞെടുപ്പാണ്, സാധ്യത കുറവാണ്. പിണറായി വിജയൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ റഷീദിന് സാധിച്ചേക്കാം. പിണറായി വിജയന് ധർമ്മടം എന്നതുപോലെ തന്നെ അഭിമാന പോരാട്ടം നടക്കുന്ന മണ്ഡലം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെ നേരിടാൻ ശക്തനായ ഒരു തേരാളിയാണ് അല്ലെങ്കിൽ സാരഥിയാണ് അവിടെ വന്നിറങ്ങിയത്. തേടി പിടിച്ചെത്തിയതാണ്. അതായത് നിലമ്പൂരിൽ 2 തവണ ഇടതുപക്ഷ സ്വതന്ത്രനായി ജയിക്കുകയും പിണറായി വിജയൻ്റെ വിശ്വസ്തനെന്ന് അറിയപ്പെടുകയും ചെയ്ത, അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കുന്നതിന് പിണറായി വിജയൻ തൻ്റെ ചട്ടുകമായി ഉപയോഗിച്ചിരുന്ന PV അൻവർ, മരുമോനിസവും പിണറായിസവും ഏത് വിധേനയും നാട്ടിൽ നിന്നും തുടച്ചു മാറ്റണം, അതിനുവേണ്ടി ഞാൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുന്നു എന്ന് പറഞ്ഞിട്ടാണ് ബേപ്പൂരിലേക്ക് ആ മണ്ഡലം UDFൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു മേടിച്ച് UDFൻ്റെ പിന്തുണയോട് അവിടെ മത്സരിക്കുന്നത്. പറഞ്ഞു വരുന്നത്, ഏതെങ്കിലും കാരണവശാൽ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് പരാജയപ്പെടുകയാണെങ്കിൽ, അഥവാ ഇനി PV അൻവർ പരാജയപ്പെടുകയാണെങ്കിൽ, രണ്ടുപേരുടെയും രാഷ്ട്രീയ ഭാവി വലിയ അനിശ്ചിതത്വത്തിലായിരിക്കും. കാരണം ഇനി ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി പാർലമെൻ്ററി രംഗത്തുണ്ടായിരിക്കില്ല. പാർട്ടിയെ ഏതെങ്കിലും തരത്തിലൊക്കെ അദ്ദേഹം നിയന്ത്രിക്കുകയോ നയിക്കുകയോ ഒക്കെ ചെയ്താൽ പോലും പാർട്ടിയുടെ പാർലമെൻ്ററി രംഗത്ത് അദ്ദേഹം ഉണ്ടാകാൻ സാധ്യത വിരളമാണ്. പാർട്ടിയെ നയിക്കാനുള്ള സാധ്യത സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വിവരങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് അനാരോഗ്യം തന്നെയുണ്ട്. അദ്ദേഹം ഒരിക്കലും ഇനി CPMൻ്റെ നേതൃനിരയിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇക്കുറി ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് തിരഞ്ഞെടുക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ CPMനകത്ത് തന്നെ നിലനിൽക്കുന്ന പിണറായി വിരുദ്ധ വികാരവും തൻ പ്രമാണിത്വം അല്ലെങ്കിൽ കുടുംബവാഴ്ചയ്ക്ക് എതിരെ നിലകൊള്ളുന്ന ആ ഒരു വികാരവും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് പരാജയപ്പെടുകയാണെങ്കിൽ CPMന് പുറത്തേക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പുറത്തേക്ക് തന്നെ മുഹമ്മദ് റിയാസിൻ്റെ വഴിവെട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറും 2026 എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ സാറിൻ്റെ അഭിപ്രായം? ഇത് കൗതുകകരമായൊരു വാസ്തവം. VD സതീശൻ 100-നടുത്ത സീറ്റ് കിട്ടിയില്ലെങ്കിൽ താൻ വനവാസത്തിന് പോകുമെന്ന് പറയുന്ന പോലെ തന്നെ ചില നേതാക്കൾ അവരുടെ പേഴ്സണൽ എക്സിസ്റ്റൻസ്, പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസ് സ്വയം അവർ പണയം വെച്ചിരിക്കുകയാണ്. അവരതിന് ആ സ്വന്തം രാഷ്ട്രീയ ജീവിതത്തെ നഷ്ടപ്പെടുത്താൻ തയ്യാറായിരിക്കുകയാണ്. സതീശൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിലൊന്ന് MV ഗോവിന്ദനാണ്. MV ഗോവിന്ദൻ്റെ ഭാര്യ ശ്യാമള തളിപ്പറമ്പിൽ ജയിക്കുന്നില്ലെങ്കിൽ ഗോവിന്ദൻ്റെ കാര്യം അധോഗതിയാണ്. അതിലും കുറേ കൂടെ ശ്രദ്ധിക്കേണ്ടത്, കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ CPM ജയിച്ചു കൊണ്ടിരുന്ന ബേപ്പൂരിൽ സ്വന്തം മരുമകനെ കൊണ്ട് നിർത്തി അവിടെ ജയിപ്പിക്കുകയും വീണ്ടും പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് രാഘവനോട് മത്സരിച്ച് തോറ്റുപോയി എന്നുള്ള ചരിത്രം മറന്നുകൊണ്ട് തന്നെ അവിടെ ബേപ്പൂർ കൊണ്ട് നിർത്തി മത്സരിച്ച് ജയിപ്പിക്കുകയും ടൂറിസ്റ്റ് മന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും ഒക്കെ ആക്കി പിണറായി വിജയൻ ഒരുമാതിരി ഒന്ന് കളിമണ്ണ് ഉരുട്ടുന്ന പോലെ ഉരുട്ടി ഒരു മുഖ്യമന്ത്രിയുടെ മുഖമൊക്കെ ഉണ്ടാക്കി വരികയായിരുന്നു. അല്ല സാർ, അതിന് ഒന്ന് ഇടപെട്ട് സംസാരിച്ചോട്ടെ. ഏതാണ്ട് 1982 മുതൽ ബേപ്പൂർ ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച മണ്ഡലം തന്നെയാണ്. അല്ല, ഭയങ്കരമായ ഭൂരിപക്ഷമുണ്ട്. ഉറച്ച മണ്ഡലമാണ്. കാരണം ഈ ചാത്തുണ്ണി മാഷ് മത്സരിക്കുന്ന ഒരു അവസരത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് ലാസ്റ്റ് ഒന്ന് അവിടെ ഇടതുപക്ഷത്തിന് കാലിടർ ചെയ്ത്. പിന്നീട് ഇവർ
പിന്നെ കോലീബി സഖ്യത്തിലൂടെയൊക്കെ അവരത് തിരിച്ചു പിടിക്കാൻ നോക്കിയിരുന്നെങ്കിലും കിട്ടിയില്ല. ഇപ്പം 82 മുതൽ ശക്തമായ മണ്ഡലം തന്നെയാണ് ബേപ്പൂരിൽ. അവിടെയാണ് മരുമോനെ കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന് MLA ഉണ്ടായിരുന്ന ആളത്രയായി. അതെ. അപ്പോൾ കോഴിക്കോടിൻ്റെ ഏറ്റവും സുനിശ്ചിതമായ ഒരു സ്ഥലം തന്നെയാണ് ബേപ്പൂർ മണ്ഡലം. ഈ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെ നിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിപ്പിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ സുനിശ്ചിതമായ വിജയം തന്നെയാണ്. പക്ഷേ അത് ആ തീരുമാനം അവരെടുക്കുന്ന സമയത്ത് അവർക്ക് പുറകോട്ട് പോകാൻ പറ്റില്ല. തീരുമാനം എടുക്കുന്ന സമയത്ത് അൻവർ ഇങ്ങനെ ചെല്ലുമെന്നവർ വിചാരിച്ചില്ല. അൻവർ വേറെ ഏതെങ്കിലും മലപ്പുറത്തോ അല്ലെങ്കിൽ ആ ഭാഗത്ത് എവിടെയെങ്കിലുള്ള സീറ്റും കൊണ്ട് അൻവർ മാറിയതിനെ. ഈ അൻവറിനോടുള്ള രാഷ്ട്രീയപരമായ ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ വിയോജിപ്പോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളോടുള്ള വിയോജിപ്പൊക്കെ നമ്മൾ മാറ്റിവെച്ചാൽ പോലും ഈ ബേപ്പൂരിലും ഈ കോഴിക്കോടും നിലമ്പൂരിലുള്ള ജനങ്ങൾക്ക് അൻവറിനെ വലിയ ഇഷ്ടമാണ്. അതിൻ്റെ കാരണം എന്നുള്ളത് നമ്മളെല്ലാവരും ഫൈറ്റിംഗ് ക്വാളിറ്റി ഉള്ള നേതാക്കളെയും അത് കളിക്കളത്തിലാണെങ്കിൽ പോലും വെറുതെ തോറ്റു കൊടുക്കുന്നവനല്ല ഇഷ്ടപ്പെടുന്നത്. ക്രിക്കറ്റാണെങ്കിലും ഫുട്ബോൾ പൊരുതി തോൽക്കുന്നവനെ നമ്മൾ ബഹുമാനിക്കും. അൻവർ അതിന് തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. അല്ല, നിലമ്പൂരിൽ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ കോട്ടയായിരുന്നു അന്ന് PV അൻവർ ജയിക്കണ സമയത്ത്. ആര്യാടൻ മുഹമ്മദ് സ്ഥിരം നിലനിർത്തിക്കൊണ്ടിരുന്ന ആ മണ്ഡലത്തിൽ പിണറായി വിജയൻ PV അൻവറിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങുമ്പോൾ 2 വട്ടം PV അൻവർ തന്നെ അത് പിടിച്ചെടുത്തു. പിന്നീട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ വന്നിറങ്ങുമ്പോൾ തൃണമൂലിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ 20,000-ൽ പരം വോട്ടുകളും നേടി അദ്ദേഹം. ആ 20,000 വോട്ട് നമുക്ക് നേരിട്ട് ആ 20,000 അല്ലെങ്കിൽ പോലും അൻവറിൻ്റെ പ്രവർത്തന ഫലമായി ക്രിയേറ്റ് ചെയ്യപ്പെട്ട വ്യക്തിപരമായി ക്രിയേറ്റ് ചെയ്യപ്പെട്ട 20,000 വോട്ട് അതിനൊരു 3/4 ഭാഗവും ഞാൻ കണക്ക് കൂട്ടുന്നത് ബേപ്പൂര് അതും അദൃശ്യമായിട്ട് ആ ശക്തിയും അവിടെ ഉണ്ടാവും. ബേപ്പൂരിൽ നിന്നും അതുപോലെ ഇത്തരം വ്യക്തിപരമായി കിട്ടിയ 20,000 വോട്ട് പോലത്തെ വോട്ടുകൾ ബേപ്പൂരിൽ നിന്നും അൻവറിന് കിട്ടാൻ സാധ്യതയുണ്ട്. പ്ലസ് കോൺഗ്രസ് മുസ്ലിം ലീഗ് വോട്ടുകൾ മതി. തീർച്ചയായും. കാരണം ബേപ്പൂരിൽ 6 മാസം മുൻപേ തന്നെ അദ്ദേഹം ഗ്രൗണ്ട് വർക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. വരസായിട്ട് പറഞ്ഞു റിയാസ് എവിടെ മത്സരിച്ചാൽ ഞാൻ അവിടെ. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബേപ്പൂര് നിവാസികൾ കൂടുതൽ അവിടെ തീരദേശ പ്രദേശത്തുള്ള ജനങ്ങൾ തന്നെയാണ്. അപ്പോൾ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അവിടെ എന്തൊക്കെ അപര്യാപ്തതകളുണ്ടെന്ന് മനസ്സിലാക്കി ഈ അപര്യാപ്തതകൾ താൻ വന്നു കഴിഞ്ഞാൽ പരിഹരിക്കാമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ PV അൻവർ 5-6 മാസക്കാലമായി അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങണം. അപ്പോൾ ഈ 20,000 വോട്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ മത്സരിച്ച് നിലമ്പൂരിൽ നേടിയ PV അൻവറിന് ബേപ്പൂരിൽ അത്യാവശ്യം വേരുകളൊക്കെ തന്നെയുള്ള ആളാണ് PV അൻവർ. അവർ വലിയൊരു കുടുംബമാണ്. PV അൻവറിൻ്റെ ഫാദർ ഫാമിലി വലിയ കുടുംബമാണ്, കോൺഗ്രസ് ഫാമിലിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തായ് വഴിക്കും അല്ലെങ്കിൽ അമ്മ വഴിക്കും അച്ഛൻ വഴിക്കും ഒക്കെ വലിയ വേരുകളുള്ള മണ്ണ് തന്നെയാണ് ബേപ്പൂര്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ PV അൻവർ കൃത്യമായി കളം അറിഞ്ഞുകൊണ്ട് തന്നെ കളിക്കാൻ ഇറങ്ങിയേക്കണത്. ബേപ്പൂരുകാർ തന്നെ കൈവിടില്ല എന്നുള്ള ബോധ്യം അന്മാറിനുണ്ട്. പക്ഷെ മറിച്ച് നമ്മൾ അതിൻ്റെ ഈ ഏത് സിറ്റുവേഷൻ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സംഭവിച്ചാൽ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, പ്രിപ്പയർ ഫോർ ദ ബെസ്റ്റ്. അതിൻ്റെ ജസ്റ്റ് ഹോപ്പ് എന്തായിരിക്കും റിയാസിന് ഒരു അടി പറ്റിയാൽ അവിടെ സംഭവിക്കുന്നത്. റിയാസിനെ പിന്നെ കൈപിടിച്ച് ഉണർത്താൻ മാത്രമുള്ള കരുത്ത് പിണറായി വിജയൻ്റെ കയ്യിൽ കൊണ്ടോ ഇല്ല. അതാണ് നമ്മുടെ ചർച്ചയുടെ ആദ്യം തുടങ്ങിയ ഘട്ടമാണ്. അപ്പോൾ റിയാസിന് എന്ത് സംഭവിക്കും അവിടെ? അല്ല, രാഷ്ട്രീയമായി ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് UDFന് ഭരണം കിട്ടിയില്ല, വിജയം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞതുപോലെ രാഷ്ട്രീയമായൊരു അജ്ഞാതവാസത്തിലേക്കായിരിക്കും ഈ ബേപ്പൂരിൽ തോൽവി സംഭവിച്ചാൽ പിണറായി വിജയൻ്റെ മരുമകനായ റിയാസിന് പോകേണ്ടി വരിക. കാരണം പിണറായി വിജയൻ എന്ന അപ്രമാദിത്വം ഈ 2026 തെരഞ്ഞെടുപ്പോടുകൂടി CPMൽ അസ്തമിക്കും. അല്ല, ഞാൻ മറ്റൊരു ഇല്ലാത്തൊരു കാണേണ്ടത് നമ്മൾ മുമ്പേ പറഞ്ഞ അദൃശ്യ ശക്തി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അവനെ വിസിബിൾ അല്ല. ഇവിടെ റിയാസിന് വേണ്ടി അല്ല മരുമകന് വേണ്ടി വെട്ടി നിരത്തപ്പെട്ട കുറേ നേതാക്കന്മാർ. അതെ, ഒരു പറ്റ നേതാക്കൾ. ഉദാഹരണത്തിന് കോഴിക്കോട് അടുത്തെടുത്ത പ്രദീപ് കുമാർ ഏറ്റവും CPMൻ്റെ ഏറ്റവും നല്ല MLA-മാരുള്ള ആളായിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രാജിവെച്ചിറങ്ങിയതിൽ പ്രധാനപ്പെട്ട ആളാണ് പ്രദീപ് കുമാർ. രണ്ടാമത്തത് നമ്മൾ പറയുന്നത് ഈ വെട്ടി നിർത്തപ്പെട്ട ഷംസീർ സ്പീക്കർ എന്നുള്ളതിലെ കാര്യം എന്തെല്ലാം അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രവൃത്തികളിൽ നമുക്ക് അരുചി തോന്നിയിട്ടുണ്ടെങ്കിലും കുറേ സമയത്തെങ്കിലും ജുഡീഷ്യസ് ആയിട്ടൊരു സ്പീക്കറാണ് ഞാൻ, നിയമവിധേയനായ സ്പീക്കറായിട്ടാണ് പ്രവർത്തിക്കുന്നത് തോന്നലുണ്ടാക്കാൻ പറ്റി. ആ സ്പീക്കറിനെ ഒഴിവാക്കി. അല്ല, ഈ നിയമസഭയിൽ മുഹമ്മദ് റിയാസിനെ തന്നെ വലിയ വെല്ലുവിളി ഉയർത്തിയതാണ് നമ്മുടെ സ്പീക്കർ ഷംസീർ. ആ ഷംസീറിനെ അവിടെ ഒഴിവാക്കുക. അവിടെ ഒഴിവാക്കി തനിക്ക് വേണ്ട കളങ്ങളെല്ലാം ഒരുമിച്ച് റെഡിയാക്കി വരുമ്പോഴാണ്
അമ്മായിയപ്പൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണോ, മരുമകൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണോ, പേഴ്സണൽ സ്റ്റാഫിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണോ, പാർട്ടിയുടെ കയ്യിലിരിപ്പ് കൊണ്ടാണോ എന്നറിയില്ല, കേരളത്തിലെ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ, രാഷ്ട്രീയ അന്തരീക്ഷം നമുക്ക് ഭയങ്കരമായി ചേഞ്ച് ചെയ്തിരിക്കും. അതെനിക്കോ നിങ്ങൾക്കോ നേരിട്ട് കണ്ടറിയാൻ പറ്റില്ല. പക്ഷേ ഓരോരുത്തരുടെ ശ്വാസത്തിലും അവർ കേൾക്കുന്ന ശബ്ദത്തിലും എല്ലാം പിണറായി വിരുദ്ധതയുടെ മുദ്രാവാക്യം അത് മാത്രമേ ജനം കേൾക്കുന്നുള്ളൂ. അല്ല, അത് CPM-നകത്ത് തന്നെ വളരെ പ്രകടീകൃതമായി കാണുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് തന്നെയാണല്ലോ നമ്മൾ ജി സുധാകരനെയും TK ഗോവിന്ദനെയും കുഞ്ഞികൃഷ്ണനിലേക്ക് പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ നോക്കോ ജയിക്കുന്നുള്ളതല്ല, പക്ഷെ അവർ മുന്നോട്ട് വിട്ടിരിക്കുന്ന കുറേ ആശയങ്ങളുണ്ട്, അതെ, അവർ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ആന്തൂർ ശ്യാമള ഗോവിന്ദൻ്റെ ഭാര്യ മുനിസിപ്പൽ ചെയർമാനായിരുന്നപ്പോൾ ഇന്നത് ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ചെയ്ത് അയാൾ മരിച്ച് സാമ്പ മരിച്ചില്ലെന്ന് വെച്ചാൽ മരിച്ചു, സത്യമല്ലേ, നിഷേധിക്കാൻ പറ്റുമോ? പിന്നെ എങ്ങനെയാണ് മരിച്ചെന്നുള്ള രണ്ടാമത്തെ ചോദ്യം, ആര് കാരണമാണ്? അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ സാജൻ്റെ മരണം, ആന്തൂരെ സാജൻ്റെ മരണം അവിടെ നമ്മുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു. അതിൻ്റെ നമ്മളവിടെ കാണുന്ന മുഖം പിണറായിയുടെ താല്പര്യങ്ങളുടെ മുഖം, അല്ലെങ്കിൽ ശ്യാമലയുടെ താല്പര്യങ്ങളുടെ മുഖം, അല്ലെങ്കിൽ ഗോവിന്ദൻ്റെ മുഖം, ആ മുഖത്തെ മറക്കാൻ നമുക്ക് പറ്റുമോ? ഒരു കാര്യം സ്പഷ്ടമായിരിക്കുന്നു, അതായത് CPM എന്ന പാർട്ടിയെ, സംഘടനയെയും ഭരണത്തെയും ഇനി തൻ്റെ ചൊൽപ്പിടിക്ക് നിർത്തി കൈപ്പള്ളയിൽ ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള പിണറായി വിജയൻ്റെ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും ഈ തെരഞ്ഞെടുപ്പോടുകൂടി അടിവരയിട്ട് കിട്ടും. തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ജി സുധാകരനെ TK ഗോവിന്ദൻ്റെയൊക്കെ ആ പാർട്ടിയിൽ നിന്നുള്ള പിന്മാറ്റത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പാർട്ടിയിൽ നിന്ന് അവർ പിന്മാറുക മാത്രമല്ല ചെയ്ത് പാർട്ടിക്കെതിരെ മത്സരിക്കുകയാണ്. രാഘവൻ എഫക്റ്റ് ചില പ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നപ്പോൾ ഇവർ ഉയർത്തിവിട്ടിരിക്കുന്ന ജി സുധാകരനും TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണൻ മാഷൊക്കെ ഉയർത്തിവിട്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കേരളത്തിലെ 140 മണ്ഡലത്തിലും എഫക്റ്റ് ചെയ്യും. അൻവറിൻ്റെ കാര്യത്തിൽ നമ്മളത് പറയില്ല, എന്നാൽ പോലും ഈ ബാക്കി മറ്റ് 3-4 പേര് ഐഷ പോറ്റിയൊക്കെ ഉയർത്തിയിരിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഇന്ന് സംവരണ ബില്ല് അവതരിപ്പിക്കുന്ന ദിവസമാണ്. ആ കൂട്ടത്തിൽ ഐഷ പോറ്റിയുടെ പേരെന്ന് പറഞ്ഞു പോയെന്ന് മാത്രമേ. അതെ, അല്ല വനിതാ സംവരണം, ഓക്കെ, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെയുള്ള പിണറായി വിജയൻ എന്ന് പറയുന്ന ആ അപ്രമാദിത്വം അല്ലെങ്കിൽ ആ ഏകഛത്രാധിപതിയായ CPM-ലെ നേതാവ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇനി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM-ന് ഭരണം വേണ്ട എന്ന് CPM-കാർ തന്നെ തീരുമാനിച്ച ആ ഒരു രീതിയാണ് കേരളം കാണുന്നത്. 3 ടേം അവർ ഉദ്ദേശിച്ച അടുത്ത 3 ടേം ഞങ്ങൾ ഇങ്ങോട്ട് വരികയില്ലെന്ന് ജനങ്ങളോട് മാപ്പ് പറഞ്ഞായിരിക്കും, അങ്ങനെയാകാം. അല്ല, ഇടതുപക്ഷം നിലനിന്ന് കാണുന്നതിന് വേണ്ടി ഇക്കുറി ഈ CPM പരാജയപ്പെട്ടാലേ മതിയാകൂ എന്ന് പല ഇടതുപക്ഷ നേതാക്കളും തുറന്നു പറയുമ്പോൾ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ പറയുമ്പോൾ അവർ ഈ പിണറായി വിജയൻ്റെ ഭരണാധികാരി എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പടിയിറങ്ങലിൻ്റെ മണി മുഴക്കി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നിശബ്ദരായ ഒത്തിരി CPM നേതാക്കൾ, ഇപ്പോൾ ഏറ്റുമാനൊരു മന്ത്രി വാസവൻ്റെ സുരേഷ് കുറുപ്പ് സജീവമായിട്ടൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വാസവൻ ജയിക്കും. പക്ഷേ സുരേഷ് കുറുപ്പ് അനങ്ങാൻ പറ്റാതെ. അതെ 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 ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ കേരളത്തിലെ ഈ 140 മണ്ഡലങ്ങളിലും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. നമ്മൾ കണ്ട പോരാളിയായ അൻവറാണ് റിയാസിനെ നേരിടാൻ വന്നത്. അതെ, പല തെരഞ്ഞെടുപ്പ് അവലോകനങ്ങളിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. അത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്നും ബേപ്പൂരിലേക്ക് എത്തിയ PV അൻവറിനും ഇത് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. UDF-ലേക്ക് അദ്ദേഹം വന്നതിന് ശേഷം ബേപ്പൂര് പിടിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങൾ പഴയതുപോലെ പ്രകടീകൃതമാക്കാൻ UDF-ൽ ഇനിയൊരു അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. അല്ല എന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയപരമായി അദ്ദേഹത്തിന് ഇനി ആ മണ്ഡലം വേണം ഈ മണ്ഡലം വേണം എന്നൊക്കെ രീതിയിലുള്ള ചോദിച്ചു മേടിക്കലൊന്നും ഒരുപക്ഷെ ഇനി UDF-ൽ നടക്കില്ല. അപ്പോൾ ഈ കുറി തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത് മുഹമ്മദ് റിയാസിൻ്റെയും PV അൻവറിൻ്റെയും ആവശ്യമാണ്. അത് ആരുടെ ആവശ്യം ബേപ്പൂരിലെ ജനം നിർവഹിച്ചു കൊടുക്കും. ബേപ്പൂര് PV അൻവറിനൊപ്പം നിൽക്കുമോ മുഹമ്മദ് റിയാസിനൊപ്പം നിൽക്കുമോ എന്നുള്ളതാണ് ഈ നമുക്ക് കണ്ടറിയാം. അതായത് വ്യക്തികൾ മാത്രമല്ല, UDF-ൻ്റെയും LDF-ൻ്റെയും നിലപാടുകൾ തമ്മിലുള്ള മത്സരം കൂടെ ആയിട്ടുണ്ട്. തീർച്ചയായും. അല്ല, പൊതുമേഖലാ സ്ഥാപനം അവിടെ 125 കോടി രൂപയുടെ പൊതുമേഖലാ സ്ഥാപനം കേവലം 60 കോടി രൂപയ്ക്ക് വിറ്റ് തുളിച്ച ഒരു ആക്ഷേപമൊക്കെ PV അൻവർ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ചക്കിട്ടുപാറൊക്കെ അവിടെ വേറെ അങ്ങനെ ഒത്തിരി കരിയും കൈതൊട്ട് പോയതല്ലേ എല്ലാവരും. അതെ, അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ മുതലാണ് PV അൻവർ സംസാരിക്കുന്നത്. അതായത് സീപ്ലെയിൻ കൊണ്ടുവരിക, അല്ലെങ്കിൽ ദേശീയപാതയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൂടുതൽ സഞ്ചാരയോഗ്യമായ പാതകളൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ അടിസ്ഥാന ജീവിതം അവൻ്റെ അരിപ്രശ്നത്തെ ഊന്നിയുള്ള ഒരു വിഷയമല്ല എന്ന്, അത് വികസനമല്ല എന്ന് തന്നെ PV അൻവർ പറയുന്നുണ്ട്. ആ തുറന്നു പറച്ചിൽ തങ്ങളുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നൊരു PV അൻവറെയാണ് ബേപ്പൂരിലെ ജനത കാണുന്നതെങ്കിൽ ഈ പ്രാവശ്യം റിയാസ് നിലം പൊത്തിയിരിക്കും. റിയാസിൻ്റെ വെട്ടിക്കും ബേപ്പൂർ ജനത അടിച്ചു എന്ന് വേണം പറയാൻ മനസ്സിലാക്കാൻ. എന്തായാലും എന്താണെന്നുള്ളത് നമുക്ക് 4-ാം തീയതി കണ്ടെത്താം.
4-ാം തീയതി ഒരു 4 മണിക്കകം തന്നെ കൃത്യം കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും. അതുവരെ നമുക്കും കാത്തിരിക്കാം.